ആദ്യം രണ്ടും ഭാഗങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനി മൂന്നാം ഭാഗം. NCERT പാറ്റേൺ അനുസരിച്ച് ഇംഗ്ലീഷ് പരീക്ഷയുടെ 70% മാർക്കും ജനറൽ ഇംഗ്ലീഷിൽ നിന്നുമാണ്. അതിലെ ഒരു ചോദ്യവും നേരത്തെ പഠിച്ചു വെക്കാവുന്നവ അല്ല. ഗ്രാമർ, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് എന്നിവ 6ാം ക്ലാസ് മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി 10ാം ക്ലാസ് വരെ ഒരു സ്പൈറലിംഗ് സിലബസ് പോലെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു പ്രൈവറ്റ് സ്കൂളുകളിലും ഗ്രാമർ പ്രത്യേകമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി പഠിപ്പിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ പുതിയ ജനറേഷനിലെ പല ഇംഗ്ലീഷ് അധ്യാപികമാർക്കും ഗ്രാമർ ഒട്ടും തന്നെ വശമില്ല. ഇംഗ്ലീഷ് അധ്യാപികമാരെ എടുക്കുവാനായി പല ന്യൂ ജനറേഷൻ അധ്യാപികമാരെ ഇന്റർവ്യൂ ചെയ്ത് അതിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കിയ ഒരു സത്യമാണിത്. ബോർഡ് പരീക്ഷകളിൽ 30% മാർക്ക് ഗ്രാമറിനാണ്, 20% മാർക്ക് റൈറ്റിംഗ് ആൻഡ് 20% മാർക്ക് റീഡിംഗ്, അങ്ങനെ മൊത്തം 70%. ബാക്കി വെറും 30% മാത്രമാണ് ലിറ്ററേച്ചർ പാർട്ടിന് ഉള്ളത്. എന്നാൽ സ്കൂളുകളിൽ ഈ ലിറ്ററേച്ചർ മാത്രമാണ് വിശദമായി പതിപ്പിക്കുന്നത്. ചുരുക്കം ചില സ്കൂളുകളിൽ NCERT വിവക്ഷിക്കുന്ന തരത്തിലുള്ള ഇംഗ്ലീഷ് പഠനം നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവിടെ പതിപ്പിക്കുന്നത് സീനിയർ ആയ അധ്യാപകരായിരിക്കും. അധ്യാപകർക്ക് ഒരുവിധം നല്ല ശമ്പളം കൊടുക്കുന്ന സ്കൂളുകളായിരിക്കും അവ. മറ്റു സ്കൂളുകളിൽ നിരന്തരം അധ്യാപകർ മാറിക്കൊണ്ടിരിക്കും. 10,000 മുതൽ 15,000 രൂപ വരെ കൊടുത്താൽ സീനിയർ ആയിട്ടുള്ള ഒരു ടീച്ചറും CBSE സ്കൂളിൽ പഠിപ്പിക്കാൻ വരികയില്ല. ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ആര് വരുമോ അവരെ പോസ്റ്റ് ചെയ്യാനാണ് പ്രൈവറ്റ് സ്കൂളുകാർക്ക് താല്പര്യം. അവിടെ സബ്ജക്ട് നോളജ്, ടീച്ചിങ് എഫിഷ്യൻസി ഇതൊന്നും പ്രശ്നമല്ല. വലിയ സ്റ്റൈലിൽ ഇംഗ്ലീഷ് സംസാരിക്കുക, അത്ര തന്നെ. ഇംഗ്ലീഷിൽ സംസാരിച്ചത് കൊണ്ട് ഫിസിക്സ്, കണക്ക്, കെമിസ്ട്രി എന്നിവ ആർക്കും എളുപ്പത്തിൽ പഠിപ്പിക്കാൻ സാധിക്കുകയില്ല. മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നീ വിഷയങ്ങൾ ഏറ്റവും നന്നായി പഠിപ്പിക്കുന്നത് പുരുഷന്മാരാണ്. ഒരു പരിധിവരെ കെമിസ്ട്രിയും അങ്ങനെയാണ്. സീനിയറായ പല അധ്യാപികമാരും അതിന് പ്രാപ്തരാണ്. എന്നാൽ ഇംഗ്ലീഷ്, ബയോളജി എന്നിവ പഠിപ്പിക്കുന്നതിൽ കൂടുതൽ ഇഫക്റ്റീവ്നെസ് ഉള്ളത് വനിതാ അധ്യാപകർക്കാണ്. അപ്പോൾ ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളുടെ മക്കളെ എങ്ങനെ ഞങ്ങൾക്ക് സഹായിക്കാനാകും? ഞങ്ങളുടെ അധ്യാപകർ CBSE, ICSE, അന്താരാഷ്ട്ര IGCSE ബോർഡുകളിലുടനീളം പതിറ്റാണ്ടുകളുടെ പരിചയമുള്ളവരാണ്. സിലബസുകളിലും എക്സാമിനേഷൻ പാറ്റേണുകളിലും ഞങ്ങളുടെ അധ്യാപകർക്ക് ആഴത്തിലും പരപ്പിലുമുള്ള പതിറ്റാണ്ടുകൾ കൊണ്ട് നേടിയെടുത്ത ഗഹനമായ അറിവുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഒരു ടോപ്പിക്ക് പോലും വിട്ടുകളയുകയില്ല. 9, 10 ക്ലാസുകളിലെ സിലബസുകളെ ഒന്നായിട്ടാണ് NCERT വിഭാവനം ചെയ്തിരിക്കുന്നത്. 8, 9 ക്ലാസുകളിൽ തന്നെ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ഗ്രാമർ, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് എന്നിവ വിശദമായും ഡീപ്പ് ആയും പഠിപ്പിക്കുന്നു. അങ്ങനെ അടിസ്ഥാനം പാറ പോലെ ഉറച്ചതിനു ശേഷം മാത്രമേ ഞങ്ങൾ 10ാം ക്ലാസ്സിലെ സിലബസിലേക്ക് കടക്കുകയുള്ളൂ. 60% മുതൽ 70% വരെ ട്യൂഷൻ ഇല്ലാതെ മാർക്കുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ 95 മുതൽ 100% വരെ മാർക്കുകൾ നേടാൻ പ്രാപ്തരാക്കി വരുന്നത് അതുകൊണ്ടാണ്. ഇംഗ്ലീഷ് ഇലാച്ചിപുലയും കോയമ്പത്തൂർ എന്ന ഗൂഗിളിലോ ChatGPTയിലോ സെർച്ച് ചെയ്യുക. പ്രധാനപ്പെട്ട പല ടോപ്പിക്കുകളുടെയും ക്ലാസുകൾ ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള മാസ്റ്റർ ക്ലാസുകൾക്കായി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കുട്ടിയുടെ ഭാവി സംരക്ഷിക്കുക. നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. എല്ലാ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങൾ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് അതിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. സബ്സ്ക്രൈബ് ആൻഡ് നോട്ടിഫിക്കേഷൻ ബട്ടണുകളിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി. ഞങ്ങളുടെ എല്ലാ ട്യൂഷനുകളും ഓൺലൈൻ ലൈവ് ക്ലാസ് ആണ്. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഗൾഫ് രാജ്യങ്ങളിലും UK, അയർലൻഡ് എന്നീ രാജ്യങ്ങളിൽ IGCSE, GCSE വിദ്യാർത്ഥികൾക്കും ഞങ്ങൾ ഓൺലൈൻ ലൈവ് ക്ലാസ് എല്ലാ ദിവസവും നടത്തിവരുന്നു. സബ്സ്ക്രിപ്ഷൻ നമ്പറുകൾ കൂടിയാൽ മാത്രമേ ഞങ്ങൾക്ക് കൂടുതൽ ക്ലാസുകൾ നിങ്ങൾക്ക് ഫ്രീ ആയി നൽകാൻ കഴിയൂ. അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത്